ഇസ്ലാമിക ലോകത്ത് അപൂർവമായ ഒരു മൊഴിചൊല്ലൽ എന്ന് പറയാമോ എന്നറിയില്ല. ഞാൻ അതിൻ്റെ സെൻറ്റൻസ് വായിക്കാം. ഇംഗ്ലീഷിലാണ്, ഇൻസ്റ്റാഗ്രാമിൽ വന്നതാണ്. ഡിയർ ഹസ്ബൻഡ്, ആസ് യു ആർ ഓക്യുപ്പൈഡ് വിത്ത് അതർ കമ്പാനിയൻസ്, ഐ ഹിയർ ബൈ ഡിക്ലെയർ അവർ ഡിവോഴ്സ്. ഐ ഡിവോഴ്സ് യു, ഐ ഡിവോഴ്സ് യു, ഐ ഡിവോഴ്സ് യു. ടേക്ക് കെയർ, യുവർ എക്സ് വൈഫ്. ഇതൊരു സാധാരണ പെൺകുട്ടിയല്ല. ദുബായ് രാജാവിൻ്റെ, അതായത് UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡൻറ്റുമായ മുഹമ്മദ് ബിൻ റാഷിദ് മക്ദോവിൻ്റെ മകളായ ഷെയ്ഖ് മഹറ ബിന്ത് ഇൻസ്റ്റാഗ്രാമിലിട്ടതാണ്. ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഏപ്രിൽ 2023 വ്യവസായിയായ ഒരു പ്രമുഖനുമായി ഇവരുടെ വിവാഹം നടന്നത്. 2 മാസം മുമ്പ് ഒരു കുട്ടിയുമുണ്ടായി. വളരെ പെട്ടെന്നാണ് ദുബായ് രാജകുമാരി, പാശ്ചാത്യ ലോകത്തെ എല്ലാ സ്ത്രീകളെ പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആ യുവതി ഇന്നലെ വൈകിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കേട്ടുകേഴ്വിയില്ലാത്ത നടപടിയാണ്. ഒരു പെൺകുട്ടി ട്രിപ്പിൾ തലാക്ക്, മുത്തലാക്ക് ചൊല്ലുന്ന പോലെ ഭർത്താവിനെ മൊഴി ചൊല്ലിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു. ഇത് വളരെ അസാധാരണമായ ഒന്നാണല്ലോ അഹമ്മദ് മാഷെ. എന്താണ് മാഷ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു വാർത്ത കേട്ടപ്പോൾ. ഒന്നാമത്തെ കാര്യം ഇതിൽ ഏറ്റവും വലിയ ഒരു പാഠം ഇപ്പോഴും ഇന്ത്യൻ മുസൽമാന് പിടികിട്ടിയിട്ടില്ലാത്ത, ഇന്ത്യൻ മുസൽമാന് വേണ്ടത്ര ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡോ അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം ഈ വ്യക്തി നിയമങ്ങളിലൊന്നും ഇന്നും വന്നിട്ടില്ലാത്ത ഒരു വകുപ്പാണ് കൊൽ എന്ന് പറയുന്നത്. തലാഖല്ല, തലാഖിൻ്റെ ഫീമെയിൽ വെർഷനാണ്. സ്ത്രീകൾ ചെയ്യുന്ന കുല അല്ലേ? കൊൽ എന്ന് പറയുന്നതിൻ്റെ അറബി വാക്കാണ് ഈ ഇംഗ്ലീഷിൽ പരിഷ്കരിച്ച് എഴുതി വരുമ്പോൾ കുൽ ആ എന്ന് വരുന്നത്, കുല എന്ന് ചുരുക്കി വായിക്കുന്നത്. അതായത് പുരുഷൻ എങ്ങനെ ഒരു സ്ത്രീയെ വേണ്ട എന്ന് തോന്നുമ്പോൾ വളരെ ക്ഷണികമായിട്ട് മൊഴി ചൊല്ലി, അതിനാണ് നമ്മൾ മൊഴി ചൊല്ലുക എന്ന് പറയുന്നത്. മൊഴി ചൊല്ലൽ ഈ സാറ് പറഞ്ഞ പോലെ ഇതിനും മൊഴി ചൊല്ലൽ എന്ന് പറയാം. മൊഴി രണ്ടുപേർ തമ്മിലുള്ള മൊഴിയാണ്, ഒരു വാക്കാണ്. രണ്ടുപേർ തമ്മിലുള്ള വാക്കാണ്, ഒരുമിച്ച് ജീവിച്ചു കൊള്ളാം. അത് പുരുഷനെ ചൊല്ലി ഒഴിവാക്കാമെങ്കിൽ സ്ത്രീക്കും അത് ചൊല്ലി ഒഴിവാക്കാം. ഇസ്ലാമിക നിയമത്തിൻ്റെ അടിസ്ഥാന താല്പര്യങ്ങളിൽ അതുണ്ട്, ഖുർആനികമായ താല്പര്യങ്ങളിലും അതുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ മുള്ള എഴുതി വെച്ച മുഹമ്മദൻ ലോയെയാണ് നമ്മൾ ശരീഅത്ത് എന്ന് ധരിച്ചു വെച്ചത്. അത് പ്രകാരം കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഒരു മുസ്ലിം സ്ത്രീക്കും അറിഞ്ഞൂടാ എൻ്റെ ഭർത്താവിന് മൊഴി ചൊല്ലാൻ അവകാശമുള്ളതുപോലെ എനിക്കും അവകാശമുണ്ട്. ഇപ്പോൾ അറബ് ലോകം ഒരു വലിയ മാതൃകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വലിയ മാതൃകയായി കാണുന്ന എല്ലാത്തിലും, വേഷത്തിലും ഭക്ഷണത്തിലും എല്ലാത്തിലും ഒരു മാതൃകയാണ് അറേബ്യൻ മാതൃക. അതുകൊണ്ട് ഒരു അറബ് ലോകത്തെ രാജകുമാരി, അറേബ്യയിലെ ഇപ്പോൾ UAE രാജകുമാരി വളരെ കൃത്യമായി 2 മാതൃക കാണിച്ചിരിക്കുന്നു. ഒന്ന് എനിക്കും മൊഴി ചൊല്ലാം. എൻ്റെ ഭർത്താവിന് പലപ്പോഴും പറയുന്നത് എന്താണ്, ഒരാണും പെണ്ണും ചേർന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻ രൂപപ്പെട്ട് വന്നതായിട്ട് കണ്ടാൽ സ്ത്രീയെ മാത്രം ആക്ഷേപിച്ചുകൊണ്ട് അവൾ സ്വഭാവദൂഷ്യം കാണിച്ചു, അതുകൊണ്ട് അവളെ ഞാൻ മൊഴി ചൊല്ലിയിരിക്കുന്നു, ഞാൻ നിൻ്റെ തലാക്ക് പിരിച്ചിരിക്കുന്നു എന്ന് 3 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോയി. അപ്പോൾ 2 കുറ്റമാണ് ചെയ്യുന്നത്. ഒന്ന് ഇതിലൂടെയുള്ള ഒരു മാതൃക, ഇതേ കാര്യം എൻ്റെ ഭർത്താവ്, മനോഹരമായൊരു പ്രയോഗമാണ്, അങ്ങ് മറ്റു ചിലരുമായുള്ള മറ്റു ചില കൂട്ടാളികളുടെ കമ്പാനിയൻസ് അല്ലേ, അങ്ങേക്ക് ആവശ്യത്തിന് വേറെ കമ്പാനിയൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇസ്ലാമിക നിയമപ്രകാരം പുരുഷന് 1-ലേറെ വിവാഹം കഴിക്കാം. വിവാഹം കഴിക്കുന്നത് നിയമപ്രകാരം ശരിയാണ്, ശരീഅത്ത് പ്രകാരം ശരിയായ നടപടിയാണ്, തെറ്റല്ല. എന്നിരിക്കെ ദുബായിലെ രാജകുമാരി പറയുന്നു, നിങ്ങൾക്ക് മറ്റു ചില ബന്ധങ്ങളുണ്ട്, നിങ്ങൾ അവിടെ തിരക്കിലായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബഹുഭാര്യാത്വം എന്ന് പറയുന്ന ഒരു ആശയത്തിന് പ്രകടമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിനെതിരെയുള്ള വെല്ലുവിളി കൂടിയല്ലേ? തീർച്ചയായിട്ടുമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ നമ്മുടെ ഷുക്കൂർ വക്കീലുമായി ചർച്ച ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഷുക്കൂർ വക്കീൽ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടം, ഈ ബഹുഭാര്യത്വം ഇന്ത്യയിലെ ഒരു പൗരനും ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. അതിനെതിരെയുള്ള നിയമപരമായ യുദ്ധത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. അറിയാലോ, അദ്ദേഹം വിവാഹം വീണ്ടും രജിസ്റ്റർ ചെയ്തിട്ട് അനന്തരാവകാശത്തിന് വേണ്ടി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നിക്കാഹ് കഴിച്ച് മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം ജീവിതം തുടങ്ങിയ എല്ലാവരും വീണ്ടും ഷുക്കൂറിൻ്റെ പാതയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്നാലും നമ്മൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും ബഹുഭാര്യത്വം നിരോധിക്കേണ്ടത്. ഈ പ്രയോഗത്തിലുള്ള ഒരു കാര്യം, ഈ പുരുഷന്മാർ, എനിക്ക് തോന്നുന്നു ലീഗലായും അല്ലാതെയും അറബ് ലോകത്തെ സുൽത്താൻമാരും പ്രമാണിമാരും കേരളത്തിലും ഇന്ത്യയിലുമുള്ള പ്രമാണിമാരും ഒക്കെ 1-ലേറെ നിയമപരമായി തന്നെ 4 വരെ ഭാര്യമാരെ വെച്ചുകൊണ്ട് ഒരു പുരുഷന് ഒരു ഭാര്യ മതി എന്നാണ് ദുബായ് രാജകുമാരി പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ കലാപമാണ്, ചെറിയ കലാപമല്ല. എന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നിയമവിരുദ്ധമായിട്ട്, ഇപ്പം നിയമവിധേയമല്ലാതെ തന്നെ ധാരാളം വെപ്പാട്ടിമാരായും പലതരത്തിലുമുണ്ട്.
അടിമകളായും വെപ്പാട്ടിമാരായും ഖദ്ദാമമാരായും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് വേറെയുണ്ട്. ആ കൂട്ടത്തിൽ ഞാനല്ലാതെ മറ്റുള്ളവരുമായി നിങ്ങൾ തിരക്കിലാണ്, അത് ലീഗൽ ഭാര്യമാരും ആവാം, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഒരു പെണ്ണ് കാണിക്കുന്ന ധൈര്യം ബഹുഭാര്യത്വത്തിനെതിരെയുള്ള കലാപമാണ്. ഒന്ന്. രണ്ട്, വിവാഹമോചനം ചെയ്യാനുള്ള അവകാശം പുരുഷനെ പോലെ സ്ത്രീക്കുമുണ്ട് എന്ന മാതൃകയാണ്. അല്ല, പക്ഷേ ഒരു സംശയം കൂടി എനിക്കുണ്ട്. അത് ഈ കുല എന്ന് പറയുന്ന, അല്ലെ നമ്മൾ ഫസഖ് എന്നൊക്കെ പറയുമല്ലോ അല്ലേ, ഫസ്ക് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കുല എന്നുള്ളത് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഈ ഫസ്കിന് പകരം ഈ പുരുഷന്മാർ ചെയ്യുന്ന അതേപോലെ മുത്തലാഖ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ശരീഅത്ത് നിയമപ്രകാരം അതിന് വാലിഡിറ്റി ഉണ്ടോ? ഇല്ല. മൂന്നാമത്തെ കാര്യം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മൂന്നാമത്തെ കാര്യം, ഇനി മൊഴി ചൊല്ലുകയാണെങ്കിൽ, ഒരു പുരുഷൻ മൊഴി ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ മര്യാദയുണ്ട്. ഒരു വട്ടം നിന്നോട് എനിക്ക് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ, ഞാൻ മൊഴി ചൊല്ലിയിരിക്കുന്നു എന്ന് പറയാം. അത് ഒന്നാണ്, നമ്പർ 1. അത് കഴിഞ്ഞിട്ട് നീണ്ട ഗ്യാപ്പ്, കോംപ്രമൈസ് ചർച്ച, പരസ്പരമുള്ള വൈകാരികമായ വേറിട്ട് നിൽക്കൽ, ഇതൊക്കെ കഴിഞ്ഞിട്ട് പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തും ചൊല്ലാം. ദീർഘമായ സമയവും സാവകാശവും എടുത്തിട്ടാണ് മൂന്നാമത്തേത്. ഫൈനലായി ചൊല്ലിയാൽ മാത്രമേ തൊലാഖ്. ഇതാണ് അതിൻ്റെ നിയമം. അതിന് പകരം ഒറ്റയടിക്ക് എനിക്ക് ദേഷ്യം വന്നാൽ ചൊല്ലിയിരിക്കുന്നു 1, 2, 3 എന്ന് ചൊല്ലുന്നത് പുരുഷനാകാമെങ്കിൽ ഇതാ ഞങ്ങളും അത് പ്രയോഗിക്കും എന്നാണ് രാജകുമാരി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ല, ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഞെട്ടലുണ്ടാകണം അല്ലേ? ഉണ്ടാക്കണം. ഞെട്ടേണ്ട എല്ലാ കേന്ദ്രങ്ങളും ഞെട്ടണം. രാമേന്ദ്ര സാർ, ഇത് ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം, ഇവരുടെ വിവാഹം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞാണ്. ഏപ്രിൽ 2023 വിവാഹം കഴിച്ചു. ഒരു കുട്ടി ഉണ്ടായിട്ട് 2 മാസം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ആദ്യമേ ഈ രാജകുമാരിയുടെ ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വന്നപ്പോൾ വലിയ സംശയങ്ങളുണ്ടായി. കാരണം ആരെങ്കിലും ഇവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണോ എന്നൊക്കെ. പക്ഷേ അതിൻ്റെ തലേന്ന് ഇവർ മകളുമായിട്ടുള്ളൊരു ഫോട്ടോ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെ എഴുതിയ ജസ്റ്റ് ദ 2 of us, ഞങ്ങൾ മാത്രം, ഇനി ഞങ്ങൾ മാത്രം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ തന്നെ എന്തൊക്കെയോ ഇവർ തമ്മിൽ എന്താ അസ്വാരസ്യങ്ങളുണ്ടെന്നുള്ള ചില റൂമേഴ്സ് പരക്കുന്നതിനിടയ്ക്കാണ് ഈ പോസ്റ്റ് ഡിവോഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇത് മാധ്യമപ്രവർത്തന രംഗത്ത് ദീർഘകാല പരിചയമുള്ള രാമേന്ദ്രൻ സാർ ഇതിന് സമാനമായൊരു സംഭവം കേട്ടിട്ടുണ്ടോ? ഇതിന് ഇങ്ങനെ മൊഴി ചൊല്ലുന്നത് കേട്ടിട്ടില്ല. പക്ഷേ ഇത് ഹാക്ക് ചെയ്തതല്ല താനും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഈ ഭർത്താവിന്റെ അക്കൗണ്ടിൽ നിന്നും ഈ ചിത്രങ്ങൾ ഇവരുടെ മാറ്റിയിട്ടുണ്ട്. വിവാഹ ഫോട്ടോകളൊക്കെ രണ്ടുപേരും മാറ്റിയിട്ടുണ്ട്. രണ്ടുപേരും മാറ്റി എന്ന് പറയുമ്പോൾ രണ്ടുപേരും തമ്മിൽ എന്തോ സംഘർഷം വളർന്നു വന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഇവരുടെ കുട്ടിയുടെ പേര് ഹിന്ദ് എന്നാണ് കേട്ടോ. മകളാണ്, ഹിന്ദ് എന്നാണ്. അത് ഞാൻ ഖുറാനെ പറ്റിയൊക്കെ വായിക്കുമ്പോൾ ഖുറാനിലൊക്കെ നല്ല കാര്യങ്ങൾക്കൊക്കെ ഹിന്ദ് എന്ന് പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ലത് എന്നൊക്കെ പറയുന്ന ഇതിനൊക്കെ ഹിന്ദ് എന്ന് ഖുറാനിൽ ഹിന്ദ് എന്ന് പല ഭാഗത്തും ഉണ്ട് എന്ന് കേൾക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയാണ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഇന്ത്യയാണ് സർ. ഈ അറബ് രാജ്യങ്ങൾക്ക് സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, UAE ആണ് ഈ പ്രദേശം. UAEയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി ആയിരുന്ന ഒരു കാലമുണ്ട്. ഇന്ത്യക്കാരോട് അപാരമായ ബഹുമാനമുള്ള ഒരു കാലമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുമായി ഏറ്റവും ആത്മബന്ധമുള്ള രാജ്യമാണ് UAE. നല്ല കുടുംബങ്ങളിൽ നിന്നൊക്കെ ഒരു കാലത്ത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം കൊണ്ടാണ് അവിടുത്തെ അറബ് പ്രമുഖന്മാരൊക്കെ സമ്പന്നന്മാരാണ്. ഖുറാനില് ഹിന്ദു പരാമർശമുണ്ട്, പക്ഷെ നല്ലതിനൊക്കെ ഹിന്ദു പറയുന്നു. ഇതിന്റെ ഒരു വ്യാഖ്യാനായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് ഹിന്ദു കാറ്റിനെ പറ്റി പറയുമ്പോ, സ്ഥലത്തിനെ പറ്റി പറയുമ്പോ ഹിന്ദു എന്ന് പറയും, ഒരു വിശേഷണമായിട്ട് പറയുന്നു. വേറൊരു കാര്യം കൂടി ഉണ്ട്. നല്ല തറവാടുകളിലൊക്കെ അവിടുത്തെ ഏറ്റവും ആദ്യത്തെ പെൺകുട്ടിക്ക്, പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു കുട്ടിക്ക് എപ്പോഴും ഹിന്ദു പേരുണ്ടാവും. ഇന്ത്യയോടുള്ള ഞങ്ങളാക്കി തീർത്ത റെഫറൻസ്, ആ രാജ്യത്തോടുള്ള ബഹുമാന സൂചകമായിട്ട്. നല്ല കാറ്റ്, നല്ല ഭക്ഷണം. അതുകൊണ്ട് ഇവര് ആ അർത്ഥത്തിലും മാതൃകയാണ്. അവർക്ക് അത് മറന്നിട്ടില്ല, അവര് ആ പാരമ്പര്യം മറന്നിട്ടില്ല. അല്ല, പക്ഷേ എൻ്റെ ഒരു സംശയം, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഈ സമീപകാലത്ത് ഒരുപാട് കോടതി വിധികൾ വരുന്നുണ്ട്. അതായത് വസ്ത്രധാരണം കോളേജുകളിൽ ഇപ്പോൾ ബോംബെ ഹൈക്കോടതി ഹിജാബ് നിരോധനം ശരിവെച്ചു. കർണാടകയിൽ കേസ് പെൻഡിംഗ് ആണ്, സുപ്രീം കോടതി കിടക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകളാകെ പഴയ കാലത്തേക്ക് പോയി പർദ്ദയ്ക്കുള്ളിലേക്ക് അല്ലെ പുറത്തിറങ്ങാൻ പറ്റാതെ ഒരു വേദിയിൽ കയറാൻ പറ്റാതെയൊക്കെ നിൽക്കണമെന്ന് ശടിക്കുന്ന ആളുകൾ കൂടിക്കൂടി വരികയാണ്. അവരുടെ ശബ്ദത്തിന് വലിയ സ്വാധീനമുണ്ടാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ദുബായ് രാജകുമാരിയുടെ ചിത്രം ഞാൻ തിരഞ്ഞു. ഗൂഗിളിൽ അവർ പർദ്ദയിട്ട ഒറ്റ പടം പോലുമില്ല. ഒരു അമേരിക്കക്കാരി എങ്ങനെ ജീവിക്കുന്നുവോ, എങ്ങനെ പെരുമാറുന്നുവോ, എങ്ങനെ വസ്ത്രധാരണം നടത്തുന്നുവോ അതുപോലെയാണ് ഈ രാജകുമാരിയുടെ ചിത്രങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ ചിത്രങ്ങളൊക്കെ നമ്മൾ ചിലത് നമ്മുടെ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ദുബായ് പോലെ അറബി നാട്ടിൽ, UAE-യിൽ അല്ലെങ്കിൽ സൗദിയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടായി വരികയാണ്. UAE-യിലൊക്കെ ഉള്ള അവിടുത്തെ രാജാക്കന്മാരുടെ മക്കളൊക്കെ സ്വാതന്ത്ര്യം അനുഭവിച്ച്
സ്വതന്ത്രരായി വിഹരിക്കുമ്പോൾ ഇന്ത്യയിലെ സ്ത്രീകൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്ന ആളുകളുള്ളപ്പോഴാണ് ഈ നടപടി വരുന്നത്. ഇതിനെ എങ്ങനെയാണ് മാഷ് കാണുന്നത്? തീർച്ചയായിട്ടും ഇത് ഈ സത്യത്തിൽ ഈ അറബ് ലോകം, ഞാൻ അതാണ് പറഞ്ഞത്, അറബ് ലോകം കേരളത്തിന് വലിയ മാതൃകയാണ്. ഈ തിരിച്ചുപോക്ക് കണ്ടതും തിരിച്ചുപോക്ക് പഠിച്ചതും ഈ ഒരളവ് വരെ ഈ അറേബ്യൻ വേഷവിധാനത്തിൽ നിന്നാണ്, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്നാണ് വന്നത്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള ഒരു പാലമുണ്ട്, കോസ്വേ. ആ പാലം കടക്കുമ്പോൾ ഞങ്ങൾ പുറകിലുള്ള വണ്ടിയിൽ നിന്ന് പലപ്പോഴും കാണുന്നത്, മുമ്പിലെ വണ്ടിയിൽ സ്ത്രീകളുള്ള കുടുംബം സഞ്ചരിക്കുന്നതാണെങ്കിൽ അവർ ഈ അറേബ്യയിൽ നിർബന്ധപൂർവ്വം അണിയുന്ന ഈ അപായ എന്ന് പറയും അതിന്, അവിടെ മേലാസകലം മൂടിയ കറുത്ത വസ്ത്രം ഉണ്ടല്ലോ, അതിങ്ങനെ അറബി പറന്ന് പോകുന്നത് ആ പാലം കിടക്കുമ്പോൾ അപാരം പാലത്തിന് ചിറക് വെച്ചതുപോലെ ഇങ്ങനെ പറന്നു പോകും. കാരണം വല്ലാത്തൊരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും, ഞാനത് എഴുതിയിട്ടുണ്ട്. കാരണം ഒരു തൂവൽ കൊട്ടാരം പറന്ന് നടക്കൂലേ, വലിച്ചു പുറത്തേക്ക് തൂവൽ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ വക്കീലായിട്ട് നടക്കുന്ന കഥാപാത്രത്തിനെ കണ്ടിട്ട് ആ പെൺകുട്ടി പറയുമല്ലോ വവ്വാലിനെ പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അറേബ്യ, ഇപ്പോൾ സാറ് പറഞ്ഞൊരു ചോദ്യത്തിനൊരു ഉത്തരവുണ്ട്. അറേബ്യ എങ്ങനെ നന്നാവുന്നു? അറേബ്യ അതിവേഗം പരിഷ്കരിച്ചു. അറേബ്യ ആർക്ക് പഠിച്ചു? UAEക്ക് പഠിച്ചു. ഇനി സൗദി അറേബ്യക്ക് കേരളം പഠിക്കാൻ തയ്യാറായ പ്രശ്നം വളരെ എളുപ്പം ചെയ്യും. അല്ല, അതിന് ഇവിടെ പറയുന്ന മാതൃകയുണ്ട്. ഇസ്ലാമിന്റെ മാതൃക സൗദിയല്ല, അങ്ങനെ ഒരു വാദം പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ മാതൃകയല്ലെന്നേ, അതും ഇസ്ലാമിന്റെ മാതൃക സൗദി ആണെങ്കിൽ സൗദി അല്ല, UAE അല്ല, ദുബായ് അല്ല, ഞങ്ങളാണ് ഇസ്ലാം എന്ന് കേരളത്തിലെ ആളുകൾ പറയുന്നുണ്ട്. അല്ല, അതൊക്കെ എനിക്ക് തോന്നുന്നു അധികകാലം നിൽക്കൂല. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കേരളത്തിൽ ഈ പറഞ്ഞ പർദ്ദ ഉൾപ്പെടെ വന്നത് അറേബ്യയിൽ നിന്നാണെങ്കിൽ ഇത് പോകുന്നതും അറേബ്യ വഴിക്ക് തന്നെ ആവും. ഏതാണ്ട് ആ വഴിക്ക് തന്നെ പോകാനാണ് സാധ്യത. അതിവേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം. രാമേന്ദ്ര സാർ, ഇത് ഈ സംഭവം എന്തൊക്കെയാണെങ്കിലും ഇപ്പം നമ്മുടെ പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല. നാളത്തെ പത്രങ്ങളിലോ ചാനലുകളൊക്കെ വരുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മലയാളത്തിൽ ഒരു മീഡിയ എന്ന നിലയിൽ ആദ്യം നമ്മളാണ് ബ്രേക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇത് കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യ വാഞ്ചയ്ക്കുള്ള ഒരു വലിയ ഇന്ധനം പകരലായി മാറുമോ? ഈ മുസ്ലിം സ്ത്രീകളിൽ വലിയ മാറ്റം ആഗോളമായി തന്നെ കാണാം. വളരെ യാഥാസ്ഥിതികമായ ചില ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തിലൊക്കെ ഉയർന്നു വരുന്ന സ്ത്രീകൾ കേരളത്തിൽ തന്നെ. ഈ അഹമ്മദ് മാഷ ഇടക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ഇപ്പൊ ഈ തങ്ങൾമാർ പറയുന്ന ഒന്നും കേട്ടല്ല ഈ സ്ത്രീകൾ പെൺകുട്ടികൾ നടക്കുന്ന, അവര് വിവാഹപ്രായമൊക്കെ സ്വയം പലരും നീട്ടിവെച്ച് കഴിഞ്ഞു. അവർ 20 വയസ്സ് കഴിയുന്നത് വരെയൊന്നും ഈ അടിമത്വമൊന്നും സമ്മതിക്കില്ല. 24 വയസ്സ് 25 വയസ്സ് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. ഇത് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത് ഈ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ വന്നതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പൊട്ടിത്തെറിയോ വിസ്ഫോടനമോ വിപ്ലവമോ അങ്ങനെയൊക്കെ കൊണ്ട് ഈ പൗരോഹിത്യത്തിന് നിലയ്ക്ക് നിർത്തുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് കേരളത്തിലെ ആവശ്യമുണ്ട്. അതിന് ഈ സ്ത്രീകൾ മുന്നോട്ട് ഇറങ്ങണം താനും. നേരത്തെ ഷുക്കൂർ വക്കീലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഷുക്കൂർ വക്കീലിന്റെ കൂടെ നിൽക്കാനായിട്ട് നിയമത്തിൽ നല്ല പ്രാഗൽഭ്യമുള്ള ഷീന ഉണ്ടായിരുന്നു, ഡോക്ടർ ഷീന ഉണ്ടായിരുന്നു. അവര് മുസ്ലിം ഫാമിലി ലോയിലാണ് അവരുടെ ഡോക്ടറേറ്റ്. അപ്പോൾ ഈ ഇതിന് സമാനമായി ഒരു സംഭവം വല്ല ഓർമ്മയുണ്ടോ എന്ന് സുനിൽ എന്നോട് പറഞ്ഞു. എനിക്ക് ഇവരുടെ പേരൊന്നും ഓർമ്മയില്ലെങ്കിലും ബ്രിട്ടനിലൊരു 4 കൊല്ലമായിട്ട് ഈ ഒരു വിവാഹമോചന കേസ് ഈ ഭരണകൂടവും ഗൾഫിലെ ഒരു പ്രധാനപ്പെട്ട ഭരണകൂടവുമായിട്ട് നടക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗാർഡിയനിൽ വായിക്കാറുണ്ട്. അവർ കൊടുത്തിട്ടുള്ള മറ്റേ ഹർജിയിൽ ധാരാളം കോൺഫിഡൻഷ്യൽ വിവരങ്ങൾ ഉള്ളതൊക്കെ ഇവരെടുത്ത് പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ വിസ്ഫോടനങ്ങൾ നേരത്തെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന് പൊതുവെ പുറത്ത് വന്നിട്ടില്ലാത്തതായിരിക്കും, പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അവിടെ നിന്നുള്ള ഒരു രാജകുമാരിയെ ഈ കുഴപ്പം പറ്റിക്കഴിഞ്ഞപ്പോൾ സൂക്ഷിക്കാനായിട്ട് ഇന്ത്യയെ ഏൽപ്പിച്ചിരുന്നു. കുറച്ചു കാലം അവരിവിടെ വന്ന് താമസിച്ചിരുന്നു എന്നൊരു സംഭവം ഉണ്ട്. അത് എത്ര കാലം മുമ്പാണ്? അതൊരു 7 കൊല്ലം ആയിട്ടുണ്ടാവും. ആ രാജകുമാരി തന്നെയാണ് ഈ ബ്രിട്ടനിലെ കേസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, ഈ നമ്മുടെ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയത് അറബി രാജ്യങ്ങളിലെ ജോലിയാണ്. കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട് ഗൾഫ് പണം എന്ന് പറയുന്നത്. അപ്പോൾ ഗൾഫ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തെ, സാമ്പത്തിക ഘടനയെ, ജീവിത രീതിയൊക്കെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വിവാഹമോചനം
അവിടുത്തെ ദുബായിലെ രാജകുമാരി എടുത്ത വിപ്ലവകരമായ ഈ സമീപനം, നിലപാട് കേരളത്തിലെ ഇസ്ലാമിക ജീവിത രീതിയിലും സ്വാധീനിക്കാൻ ഇടവരുമോ? അതാണ് എൻ്റെ ഒന്നാമത്തെ സംശയം. മറ്റൊന്നുകൂടിയുണ്ട്. നാളെ കേരളത്തിൽ ഈ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട 6-7 ദിനപത്രങ്ങളുണ്ട്, ഒരു ചാനലുണ്ട്. ഈ മാധ്യമങ്ങൾ ഇതിനെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത് മാഷിൻ്റെ ഒരു നിരീക്ഷണത്തിൽ? എനിക്ക് തോന്നുന്നത് ഇത് ആഘോഷിക്കാനിടയുണ്ട്. കാരണം അതൊരു കൗതുകമുള്ള വാർത്തയായതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ അത് വരാനിടയുണ്ട്. കാരണം ഈ മലയാളികൾ ഇത് ഇവിടുത്തെ വാർത്തയേക്കാൾ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലെ വാർത്ത ഫോളോ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ആ വാർത്ത മൂടിവെക്കാൻ പറ്റിയെന്ന് വരും. ആഘോഷിക്കുന്നതെന്ന് പറയുന്നത് പോസിറ്റീവായിട്ടായിരിക്കും. പോസിറ്റീവായിട്ട് മുസ്ലിം മാനേജ്മെന്റിലെ പത്രങ്ങളും ചാനലുകളും ഇത് ആഘോഷിക്കുമെന്നാണ് മാഷിന്റെ നിരീക്ഷണം. അല്ല, ഞാൻ വിചാരിക്കുന്നത് അവർ മൂടിവെക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലായിരിക്കും ആ വാർത്ത വരിക. കാരണം അവരുടെ മുഴുവൻ വായനക്കാരും ഇതറിയും. അവരുടെ പത്രത്തിന് മാത്രം ആ വാർത്ത ഇല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതാണ് ഈ ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ ഒരു ഗുണം. വേറെ ഒന്നുകൂടി എൻ്റെ കൂടെ ഓർക്കേണ്ടതുണ്ട്. ഇതിൽ ഇപ്പോൾ സാറ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രധാനമാണ്. ഈ മഹാറാണി രാജകുമാരി കാണിച്ച മാതൃകയേക്കാളും പ്രധാനമാണ് മാധ്യമങ്ങൾ എടുക്കേണ്ട നിലപാട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷുക്കൂർ കാണിച്ചത് ഒരു മാതൃകയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിയത് മീഡിയ കൊടുത്ത കവറേജ്. വലിയ സപ്പോർട്ട് മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങളാകെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എനിക്കും അതാകാമല്ലോ എന്നൊരു ആത്മവിശ്വാസം വരുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി എന്നോട് ചേർത്ത് പറഞ്ഞാൽ, ഈ ഗൾഫ് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഭൗതികമായ നേട്ടം മാത്രമല്ല, ഞാൻ എപ്പോഴും ഊന്നുന്നത് അതിൻ്റെ സാംസ്കാരികമായ മാറ്റത്തിലാണ്. ഇവിടെ ഉണ്ടാകുന്ന കെട്ടിടങ്ങൾ മാത്രമല്ല, ഇവിടെ വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വലിയ തോതിൽ. മലബാറിലൊക്കെ സാറേ ഈ അൺഎയ്ഡഡ് കോളേജുകൾ, അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എയ്ഡഡ് കോളേജുകളൊക്കെ കെട്ടിപ്പൊക്കുന്നതിൽ അവരുടെ പണം വളരെ നിർണായകമാണ്. പ്ലസ് വേറൊന്നുകൂടി, അവർ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം. ഞാനൊക്കെ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു 6-10 വയസ്സ് മുതലെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെതിരായിട്ട്, നമ്മുടെ സ്ത്രീധനത്തിനെതിരായിട്ടുള്ള പ്രസംഗങ്ങൾ, മതപ്രസംഗങ്ങൾ. ഇന്ന് വരെ ഒരു ഉസ്താദ് മതപ്രസംഗം നടത്തിയിട്ടും ഈ സ്ത്രീധനം കൂടുകയല്ലാതെ എല്ലാ വിഭാഗത്തിലും, ചിലർ സ്വകാര്യമായിട്ട് വാങ്ങും, എങ്കിലും അവനവൻ്റെ നിലവാരം അനുസരിച്ച് സ്ത്രീധനം കൊടുത്തും വാങ്ങിയുമാണ് പോരുന്നത്. ഇപ്പോൾ അത് എന്നേക്കുമായി അവസാനിച്ച മട്ടാണ്. മലബാറിൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല, എന്തായാലും മലബാറിലെങ്കിലും സ്ത്രീധനം ചോദിച്ച് ചെല്ലാൻ ഒരു പുരുഷൻ്റെയും കുടുംബത്തിന് സാധിക്കാത്ത. ചോദിക്കാതെ കൊടുക്കുന്നുണ്ടാവും? ഇല്ല സർ, വളരെ അപൂർവമാണ്. എന്താ സ്ത്രീധനം അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞു എന്നാണോ? എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കാര്യം എനിക്ക് പറയാൻ പറ്റും. ഒരു നയാ പൈസയും വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാതെയാണ് ഇപ്പോൾ കല്യാണം നടന്നത്. അതിൻ്റെ കാരണക്കാരി പെൺകുട്ടികളാണ്. പക്ഷേ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. അടുത്ത് വളരെ സാമ്പത്തിക ശേഷിയൊക്കെയുള്ള കുടുംബം, ആ കുടുംബത്തിലെ കുട്ടികൾ 2 പേരും ഉക്രൈനിൽ MBBS പഠിക്കുമായിരുന്നു. അവർ പ്രണയത്തിലായിരുന്നു. പക്ഷേ അതിന് വിവാഹത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ചെക്കൻ്റെ വീട്ടുകാർ കുറേ ഡിമാൻഡ്സ് വെച്ചു. വണ്ടി ഇന്നത് വേണം ഒക്കെ പറഞ്ഞിട്ട് കല്യാണം മുടങ്ങുന്ന ഒരു സ്ഥിതി എൻ്റെ വളരെ അടുത്ത പരിചയത്തിലുള്ള ഒരു കുടുംബത്തിലാണ്. ഇതേ സംഭവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പയ്യൻ ആവശ്യപ്പെട്ടു, പ്രണയം ഉണ്ടായിട്ട്, ഇതും പ്രണയം ഉണ്ടായിരുന്നു. അവസാനം ഈ കുടുംബത്തിലെ ആൺകുട്ടി വളരെ ബോൾഡായി നിലപാടെടുത്തു. അത് പറ്റില്ല എന്ന് പറഞ്ഞ തുടർന്ന് കല്യാണം നടന്നു. പക്ഷേ ഈ സ്ത്രീധനം ചോദിക്കലൊക്കെ അവസാനിച്ചു എന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അല്ല, ആയിരിക്കാം. ഞാൻ പറയുന്നത് ഒറ്റപ്പെട്ട എനിക്ക് അറിഞ്ഞുകൂടാത്ത സംഭവങ്ങൾ ഉണ്ടാവും. പിന്നെ മലബാറിൽ നടക്കുന്ന പോലെയാണ് കേരളം മുഴുവൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൂടാ. പക്ഷേ വലിയ മാറ്റം കാണുന്നുണ്ട്. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ പോലും ഈ വലിയ സ്ത്രീധന തുകയും ഈ പവന്റെ എണ്ണം പറഞ്ഞുള്ള പണ്ടൊക്കെ. മുസ്ലിം സമുദായത്തിലെ ഒരു ശതകോടീശ്വരൻ, ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന ആള്, ഒരു തട്ടിപ്പുകാരനോ മറ്റോ 500 കോടി രൂപ സ്ത്രീധനം കൊടുത്ത് ഇവൻ ഇത് മുഴുവൻ തട്ടിച്ചു കൊണ്ടുപോയി ശാപ്പിട്ടത് വാർത്തകളൊക്കെ ഉണ്ട് സാർ. അത് സാധാരണ രീതിയിൽ നമ്മൾ ഒരു ജനറലൈസ് ചെയ്ത് എടുത്തുകൂടാ പാവങ്ങള്. ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാണുന്നൊരു വ്യത്യാസം, ഈ ഗൾഫിൽ അധ്വാനിക്കുന്ന പാവങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ഭുതകരമായൊരു മാറ്റം ഞാൻ കണ്ടത്. എന്തിനാണ് നീ ഗൾഫിൽ പോയി അധ്വാനിക്കുക, കുറേ കാലമായാലും നിർത്തിക്കൂടാന്ന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞാണ്. അതൊരു വലിയ വ്യത്യാസമാണ്. അവനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിലാണ്. അതുകൊണ്ട് മക്കൾ പ്രൊഫഷണൽസാണ്. 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, അവർ അന്തസ്സുള്ള വിദ്യാഭ്യാസമുള്ള പുരുഷനല്ലാതെ സ്വീകരിക്കില്ല. രണ്ടാമത്തെ കാര്യം, അവർക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും, അവർ വലിയ നിലയിൽ എത്തിയാലും ഇല്ലെങ്കിലും, വിദ്യാഭ്യാസമുള്ള അമ്മമാർ പെറ്റ് പോറ്റുന്ന ഒരു തലമുറ വരാൻ പോകുന്നു. വലിയ മാറ്റം ഉണ്ടാക്കും. അറേബ്യയുടെ സ്ഥിതി ഇതാണ്. എനിക്ക് സൗദിയിൽ ഞാൻ 10 കൊല്ലം അലഞ്ഞ് നടന്ന് ജീവിച്ചൊരു ഒരു അനുഭവം എനിക്കുണ്ട്.
സൗദി അറേബ്യ അന്ന് പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയിലെ സാമാന്യ ബോധമുള്ള പുരുഷന്മാർ ആയ അറബ് പൗരന്മാർ പലരും എന്നോട് കൂട്ടുകൂടുമ്പോൾ പറയാറുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ വെളിച്ചം വരാൻ പോകുന്നത് ഞങ്ങളുടെ പെൺകുട്ടികൾ വഴിയാണ്. കാരണം അവർ പഠിക്കുന്നുണ്ട് അന്നും. ഈ പുരുഷന്മാരാണ് സൗദി അറേബ്യയിൽ ഈ യാതൊരു ആധുനിക വിദ്യാഭ്യാസവും ഇല്ലാതെ മര്യാദക്ക് പെരുമാറാൻ. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് കരുതുന്നത് വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമായിട്ട്. അപ്പോൾ അവർക്ക് പക്ഷേ മറ്റുള്ളവർക്ക് ശബ്ദിക്കാൻ ധൈര്യമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഷെയ്ഖ് മഹ്റ ബിന്ത് ഒരു പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു വനിതയായിരിക്കും. തീർച്ചയായിട്ടും വലിയ അതിൽ ഈ BBC പറഞ്ഞിട്ടുണ്ട്, ദ പോസ്റ്റ് വിച്ച് ബിഗിൻസ് ഡിയർ ഹസ്ബൻഡ് കൺക്ലൂഡഡ് ഐ ഡിവോഴ്സ് യു ആൻഡ് ഐ ഡിവോഴ്സ് യു, seemingly using the Islamic practice known as triple talaq. Yes. എന്ന് പറഞ്ഞാൽ മോനെ നിനക്ക് മാത്രമല്ല ട്രിപ്പിൾ മുത്തലാഖ് എനിക്കും പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ അകത്തൊരു ചോദ്യം മാഷിനോടുള്ളത്, ഈ ജീവനാംശം ഉണ്ടല്ലോ, ഈ മെഹ്റ ഇവരിനി ജീവനാംശം എന്ന് പറഞ്ഞ് വലിയ കോടികൾ ചോദിക്കാൻ സാധ്യതയുണ്ടോ, അതോ ഒരു അല്ലാതെ അതും വേണ്ട എന്ന് പറയുമോ? അത് അറിഞ്ഞൂടാ. അത് പ്രസക്തമായ ചോദ്യമാണ്, നമ്മുടെ ചോദ്യമാണ്. ഇന്ന് വരെയുള്ള പ്രാക്ടീസ് വെച്ച് ഭർത്താവ് ഭാര്യയെ മൊഴി ചൊല്ലിയാൽ ഭർത്താവാണ് പുനർവിവാഹം വരെ അല്ലെങ്കിൽ മരണം വരെ അവളെ പോറ്റേണ്ടത്. അതിൻ്റെ ഭാഗമാണ് ഈ ജീവനാംശം. തിരിച്ച് ഒരു കേസ് ഇതുവരെ വന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ ഈ ദുബായ് രാജകുമാരി, ഈ അബുദാബി രാജകുമാരി, ദുബായ് രാജകുമാരി ആ ചോദ്യവും ജനമനസ്സിലേക്ക് കൊണ്ടുവരുമായിരിക്കും. അതിന്റെ ഉത്തരം നമുക്ക് നാളെ മുതൽ അന്വേഷിക്കേണ്ടി വരും. കാരണം ഇന്ത്യയിലെ ജീവനാംശ കേസുകൾ വീണ്ടും ആ CRPC സുപ്രീം കോടതി ഫൈനലായിട്ട് അതിലൊരു തീരുമാനം ഉണ്ടായപ്പോ വന്നല്ലോ. ഷാബാനു സത്യത്തിൽ ഒരു വിപ്ലവമാണ് ഉണ്ടാക്കിയത് അന്ന്. അത് രാജീവ് ഗാന്ധിയുടെ സർക്കാർ സമ്മതിച്ചില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ചിലപ്പോൾ ഈ സംഭവത്തിലൊക്കെ വളരെ സന്തോഷിക്കുന്ന ഒരാളായിട്ടുണ്ടാവും. അല്ല, എനിക്ക് തോന്നുന്നത് മുസ്ലിം സ്ത്രീകളെ ആകെ സന്തോഷിപ്പിക്കുന്ന ഒരു മാറ്റമാണ് ദുബായിൽ നിന്നുണ്ടാവുന്നത്. അപ്പോൾ ഏതായാലും ഷെയ്ഖ് മഹ്റ ബിന്ത് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു മുസ്ലിം വനിതയായി, രാജകുമാരിയായി മാറട്ടെ, ഒരു പ്രകാശ ഗോപുരമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വിവാഹമോചനം തുടങ്ങിയ സംഗതികളിൽ ഒരൊറ്റ കാര്യം കൂടി സാർ, ഒരു സെക്കൻഡ്. നമ്മൾ മുസ്തഫ മൗലവിയോടെ കൊണ്ടുവന്നല്ലോ, CH മുസ്തഫ മൗലവിയെ. അദ്ദേഹം വിവാഹത്തിലെ പുരുഷ കർത്തൃത്വം അവസാനിപ്പിക്കാനുണ്ടായത്. വധുവിൻ്റെ അച്ഛനും വരനും തമ്മിൽ കൈകോർത്ത് ഇതാ ഞാൻ നിനക്ക് എൻ്റെ മോളെ കല്യാണം കഴിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് വിവാഹം അവസാനിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് അതിനകത്ത് റോളുമില്ല. അതിന് പകരം വധുവിൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് കൊടുത്തില്ലെങ്കിൽ, ഈ വരനും വധുവും ഒരുമിച്ചിരുന്നില്ലെങ്കിൽ, വിവാഹമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ വിവാഹത്തിലെ ഈ ആൺ കർത്തൃത്വത്തിൻ്റെ മേധാവിത്വം അവസാനിപ്പിക്കുകയാണ്. മോചനത്തിലെ പുരുഷ കർത്തൃത്വം അവസാനിപ്പിക്കുകയാണ് മെഹ്റ. യാഥാർത്ഥ്യത്തിന്റെ മുഖത്ത് ഉള്ള ഒരു കനത്ത അടിയാണ്, ഭീകരമായ കൊള്ളട്ടെ. പുതിയൊരു വാതിൽ, ജീർണിച്ച ആൺകോയ്മയുടെ ഗോപുരങ്ങളുണ്ടല്ലോ, അത് ഏത് മതം അതിന് കാവലിരുന്നാലും അത് തകർന്നേ തീരും. അത് എന്നാണ് ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും മുന്നിൽ മെഹ്റ ഒരു വാതിൽ തുറന്നിടുകയാണ്. നന്നായി. തീർച്ചയായിട്ടും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.